ഈ ബെയിലി പാലം പണി തീർത്തത് കൊണ്ട് തന്നെ നിരവധി യന്ത്ര സംവിധാനങ്ങൾക്ക് മറുവശത്തേക്ക് അനായാസം പോകാൻ കഴിയുന്നു എന്നത് ഈ സമയത്ത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പട്ടാളത്തെ, നമ്മുടെ സൈന്യത്തെ, അതിൻ്റെ എഞ്ചിനീയർമാരെ ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് ഈ സമയത്ത് അഭിനന്ദിക്കേണ്ടി വരും. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവരവിടെ ഒരു പാലം മണിക്കൂറുകൾ കൊണ്ട് പണി തീർക്കുന്ന, രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തീർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലൂടെ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന, ഇപ്പോൾ ഒരു JCB കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 24 ടൺ ഭാരം ഈ പാലത്തിലൂടെ അനായാസം സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സൈന്യത്തിൻ്റെ ആ എഞ്ചിനീയറിംഗ് മികവിനെ, ദുരന്ത ഭൂമിയിൽ അവർ നമുക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനത്തെ ഏറ്റവും ആദരവാൽ തലകുനിച്ച് നമുക്ക് അഭിനന്ദിക്കാം. അവരുടെ ആ ഒരു നമുക്ക് വേണ്ടി നടത്തിയ ആ പ്രവർത്തനങ്ങളെ. മറുവശത്ത് തെരച്ചിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, ഇപ്പോൾ ബെയിലി പാലത്തിലൂടെ JCB മറുവശത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ തെരച്ചിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ 6 സോണുകൾ കേന്ദ്രീകരിച്ച്, ഇപ്പോൾ കുട്ടൻ നിൽക്കുന്ന ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ അനൂപൊക്കെ പോയിരിക്കുന്ന മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങൾ, അവിടെയെല്ലാം തെരച്ചിൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. മനു, ഇപ്പോൾ നമ്മൾ ഈ ബെയിലി പാലം സജ്ജമായതോടുകൂടി തന്നെ വാഹനങ്ങളൊക്കെ അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്കും ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹിറ്റാച്ചി, അതോടൊപ്പം തന്നെ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ. ഇപ്പോൾ ഇന്ന് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധന കൂടിയാണ്. ഈ പരിശോധനയ്ക്കൊക്കെ ചുമതല വഹിക്കുന്ന ശ്രീറാം സാംബശിവറാവു അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. ഇവിടെ ഈ മേഖലകൾ, അതായത് ഇതിൻ്റെ ഇപ്പോൾ ഈ 6 സോണാക്കി തിരിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വലിയൊരു മലയൊന്നാകെ, ഒരു നാടൊന്നാകെ ഉരുളിൽ പൊട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഉൾപ്രദേശങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്നൊക്കെ അറിയുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഈ ചൂരൽമലയിൽ നിന്നുള്ളൊരു ഗതാഗതമോ അത്തരത്തിൽ അങ്ങോട്ടൊക്കെ എത്തുന്നതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ താൽക്കാലിക പാലം കിടങ്ങുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തകർ അപ്പുറത്തെത്തി വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജില്ലാ കളക്ടറോട് അതിനുള്ളൊരു അവസരമുണ്ടോ, അതോ മാഡം തിരക്കിൽ പോവുകയാണോ? മനു, ജില്ലാ കളക്ടർ ഇവിടെ ഈ സ്ഥിതിഗതികൾ, ഈ പറയുന്ന രക്ഷാപ്രവർത്തനം ത്തിൻ്റെ ഒരു ഏകോപനത്തിനൊക്കെ വേണ്ടി വന്ന കളക്ടർ ഇപ്പോൾ മറുഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. ഒന്നുകിൽ അവിടെ നിന്നും അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഏകോപനം മുഴുവൻ നിർവഹിക്കുന്ന ശ്രീറാം സാംബശിവറാവു നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഈ ഉൾ ഏരിയകളുണ്ടല്ലോ, അപ്പം ഈ ഉള്ളേരിയകൾക്കകത്തുള്ളൊരു വിഷയം, അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ എന്താണ് സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ അവിടേക്ക് ഡ്രോൺ എത്തിച്ചുകൊണ്ട് വിപുലമായ രീതിയിലൊരു ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടങ്ങളിൽ പരിശോധന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലഭ്യമായ ആ വീഡിയോകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗൂഗിൾ മാപ്പ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് നൽകിയിട്ട്, ഓരോ സംഘത്തിനും ഈ പറയുന്ന 6 സോണുകളായി തിരിച്ച് 40 സംഘമുണ്ട്. ഈ 40 സംഘത്തിനും ഈ ഗൂഗിൾ മാപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് എന്താണ് ഈ കൂടുതൽ ഡാമേജ് സംഭവിച്ചത്, എവിടെയാണ്, അവിടേക്കുള്ള വഴി എങ്ങനെയാണ്, ആ മേഖലയിൽ മണ്ണ് മൂടി കിടക്കുകയാണോ എന്നുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ ലഭ്യമാകും. അത് തിരച്ചിലിന് കൂടുതൽ സഹായകരമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. മനു, തീർച്ചയായും കുട്ടൻ, ഇപ്പോൾ തെരച്ചിൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഏകോപനത്തിനായി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ എല്ലാ പ്രദേശങ്ങളിലും ഈ തെരച്ചിൽ നടപടികൾ ഇതുപോലെ ആരംഭിച്ചിട്ടുണ്ടോ കുട്ടൻ? അതായത് മുണ്ടക്കൈയും പുഞ്ചിരിമട്ടം, ഒപ്പം തന്നെ ഈ പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ കുട്ടൻ പറഞ്ഞതുപോലെ ഉൾപ്രദേശങ്ങൾ, അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ നമ്മൾ എയർലിഫ്റ്റിംഗ് വഴിയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയത്തെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് ഒരു ഗൗരവതരമായ പ്രശ്നമാണ്. എങ്ങനെയാണ് ആ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ രക്ഷാപ്രവർത്തകർ ഈ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ? ഇന്നത്തെ അവരുടെ നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ആദ്യം ഈ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോകുന്നത്. മറ്റെല്ലാ കേന്ദ്രങ്ങളിലേക്ക് പോകും. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം അവിടേക്കുള്ള ഈ ഗതാഗത സംവിധാനം, അല്ലെങ്കിൽ റോഡും വഴികളൊക്കെ ഇത്തരത്തിൽ വലിയ ഉരുൾപൊട്ടലിൽ തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ഈ പ്രവേശനം ദുഷ്കരമാണ്. പക്ഷേങ്കിലും രക്ഷാ സംഘം, ഈ ദൗത്യ സംഘം അല്പസമയത്തകം തന്നെ, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്താൽ പോലും അവിടേക്ക് എത്തിച്ചേരും. മുണ്ടക്കൈയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തും. ഇവിടെ നിന്നും സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ബാക്കി 6 മേഖലകളിലേക്കുമുള്ള രക്ഷാസംഘം ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അവർ
വളരെ പെട്ടെന്ന് തന്നെ ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ ഒരു ക്രമീകരണം എന്ന നിലയിൽ 25 ആംബുലൻസുകൾ ആണ് ഈ പുഴ കടന്ന് മറുഭാഗത്തേക്ക് എത്തിക്കുന്നത്. ബാക്കി 25 ആംബുലൻസുകൾ ഇവിടെ ഈ പുഴയുടെ ഇപ്പുറത്തെ ഭാഗത്ത് ചൂരൽമല സൈഡിൽ തയ്യാറാക്കി വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റെല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ഈ പ്രവർത്തനം നിരീക്ഷിക്കുകയാണ്, ഇതിൻ്റെ ഒരു നിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അറിയാൻ സാധിക്കും എന്താണ് ഈ മേഖലകളിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അത്യന്താധുനിക സംവിധാനമുള്ള റഡാറുകളൊക്കെ നാളെ എത്തിച്ചേരുമെന്നാണ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ തെരച്ചിൽ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ചാലിയാർ പുഴയിലും ഈ ചാലിയാർ പുഴയുടെ ചാലിയാറിൻ്റെ 40 കിലോമീറ്റർ തീരങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് പോലീസും. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പ്രദേശത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ ഈ ഉരുൾപൊട്ടിയപ്പോൾ അവിടേക്കായിരുന്നല്ലോ, ചാലിയാറിലേക്കായിരുന്നു വലിയ രീതിയിൽ ഒഴുകിയെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അന്ന് മൃതദേഹങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഈ തീരങ്ങളിലൊക്കെ മൃതദേഹം തങ്ങാൻ സാധ്യതയുള്ള മേഖലയിലാണ് ഇന്ന് കൂടുതലായി പരിശോധന നടത്തുക. മനു.